ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഇതിന്. അപ്പൊ ഞാൻ അതിനു വേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. നല്ലതായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ 3 മീഡിയം സൈസ് സവാള വേണം. ഇത് ഇതേപോലെ പൊടിയായിട്ട് അരിയണം. നമ്മൾ മുട്ടക്കൊക്കെ അരിയുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു വലിപ്പത്തില്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും വേണം. ഞാനൊരു 12 മീഡിയം സൈസ് വെളുത്തുള്ളി എടുത്തത്. ഇപ്പൊ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് മിക്സിയിൽ ഇത് രണ്ടും കൂടി ഇട്ട് അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഇടികല്ലില്ലേ, അതിൽ വെച്ച് നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ജസ്റ്റ് ചതയ്ക്കുമല്ല, കുറച്ചു നേരം ഒന്ന് ചതയ്ക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് അരഞ്ഞു കിട്ടും. ഒരു 1/4 ഭാഗം അരഞ്ഞു കിട്ടും. അത്ര ആയാലും മതി. ഇഞ്ചി ഞാൻ 1 ഇഞ്ച് സൈസിന്റെ ഒരു പീസ് എടുത്തത്. വെളുത്തുള്ളിയെക്കാട്ടി എപ്പോഴും ശകലം കുറഞ്ഞു നിന്നാൽ മതി ഇഞ്ചി. അപ്പോഴായിരിക്കും കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. 2 മീഡിയം സൈസ് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ കുറച്ച് മല്ലിയില വേണം. ഇപ്പൊ മല്ലിയില ഇഷ്ടമില്ലാത്തവരെ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. പിന്നെ 5 ചെറിയുള്ളി വേണം. കുറച്ച് വലിയ സൈസ് ചെറിയുള്ളി ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കസ്കസ്, നമ്മൾ കശകശ എന്ന് പറയത്തില്ലേ, അത് കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഈ വെള്ളം ഞാൻ ഊറ്റി വെച്ചേക്കുക. ഇങ്ങനെ കുതിർത്ത് വെക്കാമെങ്കിൽ നല്ലതായിട്ട് ഇത് അരഞ്ഞു കിട്ടും. ഇതാ കസകസ എന്ന് പറയുന്നത്. വൈറ്റ് കളർ കസകസ, പോപ്പി സീഡ്സ് എന്ന് പറയും. കടുകിന്റെ കൂട്ട് ചെറിയ പൊടിയായിട്ടുള്ളത് വൈറ്റ് കളർ. നമ്മൾ സ്പൈസസ് ഒക്കെ വാങ്ങിക്കത്തില്ലേ, പട്ട ഗ്രാമ്പു ഒക്കെ, അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇത് ചെറിയൊരു പാക്കറ്റായിട്ട് കിട്ടും. കറികളിലാക്കി ഇത് അരച്ച് ചേർക്കാമെങ്കിൽ കുറച്ച് കൊഴുപ്പ് കൂടുതലായിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. കസകസ എല്ലാ കടകളിലും കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ ഞാനിപ്പോ ഇത് കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കണ്ട, തേങ്ങ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി അരച്ചെടുക്കണം. ആദ്യം നമ്മൾ ഈ ഉള്ളി ഒന്ന് നല്ലതായിട്ട് വഴറ്റും, ചെറിയൊരു ചുമപ്പ് നിറം വരുന്നിടം വരെ. എന്നിട്ട് അതിലോട്ട് ഈ തേങ്ങ കൂടി ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു പാനിലോട്ട് ശകലം വെളിച്ചെണ്ണയോ എണ്ണയോ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ ഒക്കെ വരുന്ന പോലെ മതി. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 5 ചെറിയ ഉള്ളി ഇതേപോലെ 3-4 ആയിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാ കറിക്കും എടുക്കുന്ന പോലെ തന്നെ ഇതിനും എടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്, അത് ഇട്ട് കൊടുക്കുന്ന രീതി. അതിൽ ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും. ഇപ്പം ഈ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങയ്ക്ക് നിറം ഒന്നും മാറുകയും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിന്റെ ഈ പച്ചമണം ഒന്ന് പോകണം, അത്രയും മതി. ഇത്രയും മതി. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇളക്കി കൊടുത്തു. ഇപ്പൊ തേങ്ങയുടെ നിറം ഒന്നും മാറിയിട്ടില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശകലം നേരം കൂടെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് മൂത്തു പോകും. ഇനി നമുക്ക് ഇത് ആറി കഴിഞ്ഞിട്ട് ഇതും ഈ കസകസയും കൂടെ ചേർത്ത് വേണം അരയ്ക്കാനും. ഇപ്പൊ ഈ തേങ്ങ ഉള്ളിയൊക്കെ ഇവിടെ ആറിയിട്ടുണ്ട്. അത് ഞാനിപ്പോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ കസ്കസ് കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് ശകലം വെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയോ എണ്ണയോ ഏതായാലും മതി. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. അതുപോലെ ഈ ചിക്കനും ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡല്ല ഇത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയി ചിക്കൻ കറിക്ക്. അതുപോലെ കുറച്ച് കറിവേപ്പില. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചതാ, അതും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഒരു 1-1/2 ടീസ്പൂൺ വരുന്ന പോലെ. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് വഴറ്റണം. ഈ ചിക്കനും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്നൊന്ന് വഴന്ന് വരണം. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെ ഫ്ലേവർ ഈ ചിക്കനിലൊന്ന് നല്ലതായിട്ട് പിടിക്കും.
ഈ ഉള്ളിയൊക്കെ വഴന്നു വരുന്ന കൂട്ടത്തിൽ ഈ ചിക്കനും ഒന്ന് ഫ്രൈ ആകും. ഒരുപാടല്ല, കുറച്ചൊന്ന് ഫ്രൈ ആകും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് വഴറ്റുന്ന പോലെ അങ്ങ് ചുമന്ന നിറമല്ല, നല്ല സോഫ്റ്റായിട്ട് ഇതിലോട്ട് നല്ലതായിട്ട് അങ്ങ് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ്റെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി ഈ തക്കാളിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ഞാൻ ഇതിലോട്ട് ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കതുപോലെ പൊടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അതിന് നല്ലൊരു മണമാണ് ഗരം മസാലയ്ക്ക്. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഗരം മസാല ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റേ വഴറ്റി കൊടുത്തുള്ളായിരുന്നു. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈ മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിലൊന്ന് കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിതിലോട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒഴിച്ചു കൊടുത്തത്. വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എത്ര ചാറ് വേണം എന്നതിനനുസരിച്ച്. ഇതിപ്പോൾ ചെറിയൊരു ചാറോട് കൂടിയാണ് ഇരിക്കുന്നത് ഈ ചിക്കൻ കറി. ഇതിലോട്ട് 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തായിരുന്നു, ഇപ്പം പോരാത്ത ഉപ്പേ ചേർക്കാവൂ. എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. തീ ഒരു മീഡിയത്തിന്റെ ലോ ഫ്ലെയിമിന്റെ ഇടയിലിട്ടാൽ മതി. ഇത് പതുക്കെ ഇരുന്ന് വേവണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ചിക്കനൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ കുറച്ച് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, കറിവേപ്പില മാത്രമായാലും മതി. ഇതൊന്ന് മിക്സ് ചെയ്യണം. അതുപോലെ നിങ്ങൾ തീ മീഡിയത്തിന്റെ ലോയുടെ ഇടയിലിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഈ ചാറെല്ലാം വറ്റിപ്പോവും, ചിക്കൻ വേവത്തുമില്ല. ചാറ് നമുക്ക് ഈ ഒരു പരുവത്തിരിക്കണം, ചെറിയൊരു കുറുകിയ പരുവത്തിൽ. ഇതിപ്പോ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഉണ്ടല്ലേ, കുറുകിയൊരു പരുവ, ചെറിയൊരു ചാറ്. ആറി കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ വേവിക്കാൻ എടുത്ത സമയം പറയുന്നില്ല, കാരണം ഓരോ ചിക്കനും വേവ് വ്യത്യാസമായിരിക്കും. ഉപ്പ് കൂടുതലുള്ള ചിക്കൻ ആണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും. നിങ്ങളിത് വേവുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ നമ്മൾ ചിക്കൻ കറി ഒരേ മെതേഡിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഇതിന്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണേ. താങ്ക് യു.